السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ റളിയല്ലാഹു അൻഹുമാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല ഹദീസ്, ഒരു ഉംറ അടുത്ത ഉംറ വരെ അത് ജൻറെ ഇടൽ സംഭവിക്കണമെങ്കെത്ത ദോഷങ്ങൾ പൊറുപ്പിക്കരുതാണ്. വൽ ഹജ്ജുൽ മബ്റൂറു തപ്പു എന്തും മിശ്രാവാത്തെങ്കെത്ത മബ്റൂറായ ഹജ്ജ്, കുറ്റം കലറാത്തെങ്കെത്ത ഹജ്ജ്. ഹജ്ജാവണമെങ്കിൽ അതിലെ ഷർത്തുന, അതുപോലെ റുക്കുൻ, അതെല്ലാം കഡ്ഡായമായ കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ട് അതിൽ പാലിക്കൊണായ സുന്നത്തുകളെല്ലാം പാലിച്ച് നടത്തണമെങ്കെത്ത കർമ്മങ്ങളാണ്. അത് മാത്രമല്ല, അതിരാട്ടിയാറ മനസ്സുകൊണ്ട് ഹജ്ജാക്കുകയാവണം. അഥവാ ഹജ്ജുടെ ഓരോ കർമ്മങ്ങളാക്കുമ്പോൾ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് പറഞ്ഞായ ആത്മീയമായ ചിന്തകൾ ഏതെല്ലാമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹജ്ജറെ ആ രൂപത്തിൽ ആത്മീയമായി വിവരിച്ചിട്ട് മുന്നൽ ഞങ്ങളെ ക്ലാസ്സിലെ ഫസ്റ്റ് തുടക്കത്തിൽ ഹജ്ജ് മബ്റൂർ അതുപോലെ ചില കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. അപ്പൊ ഏതായാലും ഹജ്ജ് മബ്റൂറിന്റെ ബഗ്ഗെയല്ല ഞാനിപ്പോൾ വിശദീകരിച്ചുകൊണ്ടുള്ള. മബ്റൂറായ ഹജ്ജിൻ ചെന്നെങ്കിൽ ഒരു തപ്പും മിശ്ര ആവാത്ത, എല്ലാം ഖൽബുൽ അള്ളാഹു നിറഞ്ഞെങ്കെത്ത ആ ഹജ്ജ്, അങ്ങനത്തെ ഹജ്ജിക്ക് ലൈസലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, സ്വർഗമല്ലാണ്ട് വേറെ പ്രതിഫലമില്ല. അപ്പൊ മബ്റൂറായ ഹജ്ജാക്കടെ ആള് സ്വർഗം എടുത്തുകൊണ്ടാണ് പണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറാക്കു അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. അപ്പൊ ഹജ്ജിൻ ചൊല്ലത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാബിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ദഅവത്ത് വിളിക്ക് ഉത്തരം കൊടുത്തിട്ടു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊന്നിട്ടു പവിത്ര കഅബാലയത്തെ മുട്ട ലോകത്തുള്ള വിശ്വാസിങ്ങ പോയോണ്ടുള്ളാറ്. അത് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. അപ്പൊ ആ ഹജ്ജ് നല്ല രൂപത്തിൽ നിർവഹിക്കണു. അതിലെ കർമ്മങ്ങൾ, അതുപോലെ നിർബന്ധമായ കാര്യങ്ങൾ റായത്തും അല്ലാണ്ടും ക്ലാസ്സിൽ പഠിച്ചിട്ടും പിന്നെ കേട്ടിട്ടും വായിച്ചിട്ടുമാണ് ഹജ്ജ് പോണ്ടെങ്കെത്ത ആൾമാർ പോണ്ടേ. അപ്പൊ പലപ്പോഴും ഹജ്ജ് പോയെങ്കെത്ത ആൾമാർ അങ്ങനെ വഴിയിൽ യാത്രയിൽ ധാരാളം ക്ലാസ്സുകാരായത്ത് കേട്ടുപോയിട്ടിക്കാറ്. പക്ഷെ വഴിയിലുള്ള ആൾമാർ കുറെ വസ്വാസാക്കിടാറ്, അങ്ങനെ ചെല്ലാറ് ഇങ്ങനെ ചെല്ലാറ്. അപ്പൊ ഹജ്ജാജ്മാർക്ക് വസ്വാസാവിടെ, ഉംറാക്കിടെ ആൾമാർക്ക് വസ്വാസാവിടെ. പലപ്പോഴും ഇത് ഞങ്ങൾ കണ്ടതാണ്. ചിലപ്പോ എന്തെല്ലാം ആക്കി വസ്വാസാക്കുകൊണ്ടേ ചൊന്നിട്ട് ആൾമാരിക്കിടാറ്. മോമിനീങ്ങളെ അമലിന്റെ നശിപ്പിക്കുവാനായിട്ട് ഇറങ്ങണമെങ്കെത്ത വിഭാഗവും ഇക്കിടാറ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും റായത്ത് ഞങ്ങൾ ഏത് സരണിയിലാണോ ഇന്ന് അവിടെ നിങ്ങൾക്ക് ഉലമാ പണ്ഡിതന്മാർ പഠിപ്പാട്ടി തന്നെങ്കത്തെ നല്ല അറിവുക അത് വെച്ചിട്ട് ഹജ്ജ് ഉംറ ആക്കുമ്പോ അള്ളാഹു അത് സ്വീകരിക്കട, അതിൽ സംശയമില്ല. അതേ സമയത്ത് അതൊക്കെ കുറെ വസ്വാസങ്ങ എന്തെല്ലാം കൂട്ടിയിട്ട് ഒട്രാസെ അതുമില്ല ഇതുമില്ല എന്ന് ചൊല്ല രൂപത്തിൽ നട്ടം തിരങ്കെത്ത ആൾമാരിക്കിടാറ്. നട്ടത്തിരിക്കവും കുറെ ആൾമാർ വ്യത്യസ്തമായ വോയിസുമായും അല്ലാണ്ടുമായി എന്തെല്ലാം മസാലകൾ എന്തെല്ലാം ചൊന്നിട്ടു മനുഷ്യന്മാരെ വസ്വാസാക്കട ആൾമാർ. ഇനിയോ മക്ക മദീനത്തെ വിവിധ പുണ്യ അവശിഷ്ടത്തെ മുട്ട എല്ലാം പോകുമ്പോ ഇനി മക്കത്ത് പോയെങ്കിൽ ഇനി മദീനത്ത് പോണുണ്ടേ ഇല്ല എന്ന് ചൊല്ലെങ്കത്തെ ആൾമാറും ഉള്ളാറ്. ചിലപ്പോ അവിടെ കുറെ ആൾമാർക്ക് വിശ്വാസം അവിടെ ഉണ്ട്, അതങ്ങനമ്മ അതിങ്ങനമ്മ. ജന്നത്തുൽ ബഖീഖ് പോയിട്ടാകുമ്പോ കുറെ ആൾമാർക്ക് ഇവിടെ ഖബറൊന്നും കാണില്ലല്ലേ, അപ്പൊ അത് കാട്ടിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ അതിനെ നേർക്ക് നേരെ കാട്ടിയിട്ട് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയിലെ ഇങ്ങനെ ചൊന്നിട്ടു. അപ്പൊ നിങ്ങളുടെ റായത്ത് എന്തെല്ലാമാണ് നടന്നുകൊണ്ടുള്ളത്, അതെല്ലാം ഖുറാഫാത്താണ്, ബെർദകാണ് ചൊന്നിട്ട് വസ്വാസ് ആക്കിയ ആൾമാർ, ആ വസ്വാസിൽ പെട്ട ആൾമാർ നിരന്തരമായി അത് നടന്നുകൊണ്ടുണ്ട്. അപ്പൊ ഞാൻ ചൊന്നു വന്നുകൊണ്ടുള്ള ആ വസ്വാസിൽ ഒരിക്കലും മോമിനീങ്ങളായ ആൾമാർ പെട്ടുപോണു കുത്തിറ. ജന്നത്തുൽ ബഖീൽ പോകുമ്പോ അവിടെ അടുത്ത കാലത്താണ് അതെല്ലാം തട്ടി പൊളിച്ചിട്ട് തകർത്തിട്ട് തരിപ്പണമാക്കി വിട്ടേ. അതേ സമയത്ത് യഥാർത്ഥത്തിൽ ഇതുക്ക് മുന്നോൾ 100 വർഷத்துக்கு മുന്നോൾ അല്ലെങ്കിൽ ഇണ്ടുള്ളങ്കത്തെ ഈ പുതിയ വിശ്വാസം അല്ലെങ്കിൽ പുതിയ തൗഹീദ് ശിർക്ക് പുതിയ വ്യാഖ്യ ബണ്ടതിരാട്ടി മുന്നോൾ അവിടെ സുബ്ഹാനല്ലാഹ് എത്ര നല്ല രൂപത്തിലാണ് അത് ആദരിക്കപ്പെട്ടോണ്ടിന്ന്. ഉസ്മാനി ഖലീഫമാർ മക്ക മദീനത്തെ ഭരണം ആക്കിക്കൊണ്ടിരുന്ന ടൈമിലെല്ലാം അവിടെയുള്ള പുണ്യാവശിഷ്ടങ്ങൾ എത്ര നല്ല രൂപത്തിൽ പിന്നെ അതിനെ പരിപാലിച്ചുകൊണ്ടിരുന്നാറ്. ചരിത്രം പഠിക്കണു. ഇണ്ട് ഒരാൾമാർ ഇണ്ടത്തെ പ്രസന്റ് മാത്രമാണ് പഠിക്കുന്നത്. ഇണ്ട് നിന്റെ മുന്നുള്ള എന്തിനെ കാണ്ട്
അത് മാത്ര ദീൻ, അതല്ലാത്തതൊന്നും ഇല്ല. അപ്പൊ ഇന്റെ ഒരുത്ത എന്ത കാട്ടിക്കൂട്ട അതാണ് ദീൻ. അല്ലെങ്കിൽ ഒരുത്ത എന്തരമാക്കാൻ ചെന്നിട്ടാകുമ്പോ നാനാ ദീനിക്കില്ല, നാന് നിങ്ങൾ അതിലില്ല, കാരണം അവൻ ഇങ്ങനെ ആക്കില്ലേൻ, അവന്റെ അല്ലല്ലേ നോക്കണേ, അവനൊന്നാക്കാൻ ചെന്നെങ്കിൽ അവന്റെ അപ്പുറം മാറ്റിവെക്ക. അതേ സമയത്ത് അവന്റെ പൂർവ്വകാല പരമ്പര ഇസ്ലാമിയുടെ സരണി എങ്ങനുണ്ട്, ഞങ്ങളെ താരീഖ് എങ്ങനുണ്ട്, പൂർവ്വകാലത്ത് ഞങ്ങൾക്ക് ഈ ദീൻ എത്വാട്ടി തന്നെങ്കത്തെ മഹാന്മാർ ആരാണ്, അങ്ങളെ പഠിക്കാണ്ട് അങ്ങളെ താരീഖ് പഠിക്കാണ്ട് ഒരിക്കലും ശരിയായ രൂപത്തിൽ ഇസ്ലാമിൽ ജീവിക്കുക സാധ്യയില്ല. അപ്പൊ കുറെ ആൾമാർ ഈ പ്രസന്റ് മാത്രം നോക്കിയിട്ട് ഇതുക്ക് മുന്നൽ എങ്ങനെ ഇന്ന് 1400 വർഷത്തെ പരമ്പര എന്താണ് അതെന്തും നോക്കുക കൊണ്ടില്ല. യഥാർത്ഥത്തിൽ ജന്നത്തുൽ ബഖീ പോകുമ്പോ ഒരു മുഅ്മിനായ ആളെ മനസ്സാണ് പെടക്കട. കാരണം അവിടെയുള്ള മഹാന്മാർ ആരാണ്? സുബ്ഹാനല്ലാഹ്. അങ്ങ ഹയാത്തിൽ മിത്ത് ഇന്നിരങ്ക് അങ്ങളെ നിലത്തിൽ നടക്കുക മുഅ്മിനീക ബുടലൻ തത്തവ അങ്ങളെ തലൽ കൊഞ്ചിൽ വെച്ച് കൊമ്പോവത്താർ അത്രയും വലിയ മഹാന്മാർ. പക്ഷേ ആ മഹാന്മാരെ ആ രൂപത്തിൽ ആദരിക്കപ്പെട്ടിട്ട് അങ്ക് വലിയ മഹത്വമുണ്ട്. അപ്പൊ ജന്നത്തുൽ ബഖീ പോകുമ്പോഴും അല്ലാത്ത മക്ക മദീനത്തിൽ സുബ്ഹാനല്ലാഹ് ഹയാത്തിൽ ഞങ്ങളെ മുന്നിൽ കിടക്കുമ്പോഴോത്ത അവശിഷ്ടങ്ങൾ ഒഹദ് അതുപോലത്തെ ജാഗകളെല്ലാം പോകുമ്പോ ഈമാനുള്ള ആൾമാരെ മനസ്സ് വടക്കട് അങ്ക് മഹബത്തുണ്ടാവുടു. ആ മഹബത്തിലെ ബഹിർ പ്രകടനം ആക്കടാർ. അത് കണ്ട് തമാശാക്കടങ്കെത്ത ആൾമാർ, കളിയാക്കടങ്കെത്ത ആൾമാർ, അതുക്ക് ഓരോന്നുകും തെളിവുണ്ടാന്ന് കേട്ടോണ്ട് വണ്ണെങ്കെത്ത ആൾമാർ ഇക്കടാർ. യഥാർത്ഥത്തിൽ ഈമാനുള്ള ആൾമാർ അവിടെ ഒരിക്കലും വിശ്വാസിൽ പെട്ടുപോണുകുത്തിറ. ചില ആൾമാർക്ക് എല്ലാ കല്ലും സേമാണ്. അങ്ങ ചൊല്ലാറ് യാക്കൂത്തും കണക്ക്, അതുപോലെ മുത്തുമണി, ബാക്കിയുള്ളതെല്ലാം കണക്ക്, റോഡ് സൈഡിൽ പൂന്ന് കിട്ടുന്ന കല്ലും എല്ലാം കണക്കേണ്ട അവൻ ചൊല്ലാണ്ടായെങ്കിൽ അവനും സരിയില്ല, അവനും സമയില്ലാൻ വെക്കണം. അല്ലാണ്ട് ഇത് രണ്ടും ഒരുപോലെ ആവുന്നത് എങ്ങനെയാണ്? യാക്കൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജർ, യാക്കൂത്ത് കല്ലാണ്, പക്ഷേ ബാക്കി സാമാന്യ കല്ല് പോലെയല്ല. അപ്പൊ യാക്കൂത്തും അല്ലാത്ത മുത്തുമണിയുടെയും സാമാന്യ കല്ല് പോലെ എല്ലാം സേമു, എല്ലാം ഒന്നേ, ഒന്നുകും വിലയില്ലാൻ ചൊന്നിട്ടു ഒരാൾ ആക്കണാണ്ടായെങ്കിൽ അവന്റെ എവിടെയെങ്കിലും അവന്റെ അസുഖത്ത് മറന്നാക്കോ കൂട്ടണുണ്ടല്ലാണ്ട് യഥാർത്ഥത്തിൽ പിന്നെ അതുക്ക് മഹത്വമില്ലാൻ ചൊന്നിട്ടൊരു മോമിനായ ആൾക്ക് ചൊല്ലുക സാധ്യമേ ഇല്ല. ഒരാള് നല്ല സുഗന്ധത്തെയും മണ്ണുടെയും ഒരുപോലെ ആക്കണം, രണ്ടും സെയിം ഉണ്ട് അവൻ ചൊല്ല്. ഇപ്പുറത്ത് നല്ല മുന്തിയ ആയിരങ്ങൾ കൊടുത്തെങ്കത്തെ മിസ്കുണ്ട്, കസ്തൂരിയുണ്ട്, അപ്പുറത്തൊരു ജേടി മണ്ണുണ്ട്, ചേറുമണ്ണുണ്ട്. പുറത്തെ ചൊല്ല് രണ്ടും സെയിം ഉണ്ട്. അവന് മൂക്കില്ല, അതുകൊണ്ടാണ് അവൻ ചൊന്നോണ്ടുള്ളേ. രണ്ടും സെയിം ഉണ്ട് അവൻ ചൊല്ല്. റസാനത്ത് കേട്ട പോലെ മങ്കാന, പിന്നെ ഒരാള് യുസവി മങ്കാന, ഒരാള് അംബറെ, അയാൾ തീൻ റൊട്ടിയെ മങ്കാന തീനൻ ബി അംബരിൻ യുസവി ഫഹൽ. അവനു ഈ നല്ല സുഗന്ധത്തെയും ജേടി മണ്ണ് രണ്ട് സേമു ഒന്നുകും അതിനായിട്ട് ഇതുക്ക് മഹത്വം ഇല്ലാണ്ട് ഒരാൾ ചെല്ലെങ്ക് അവിടെ കേട്ടോണ്ടുണ്ടു ഫഹൽ ലിൽ ഗൈരി ലം യുഖ്ലഖ്, പിന്നെ അൽ അംഫു മിനൽ ബഷർ, അഥവാ ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് മുക്കെന്തും ഇല്ലാണ്ടോ വിചാരിച്ചിട്ടാണ്. ഓണുകു മുക്കില്ല സമ, പക്ഷെ ബാക്കിയുള്ളക്കും ഓണുകു മുക്കില്ല എന്നതുകൊണ്ട് എല്ലാവരും നന്റെ പോലെ ടോൺ വിചാരിക്കലാണ്ടായെങ്കിൽ ഓണു ലോകത്ത് വലിയ വിഡ്ഢിയാണ്. യഥാർത്ഥത്തിൽ ഓൺ കണ്ണ് ചിമ്മിയവാടെ ലോകം മൊത്തം ചിമ്മാവിടും ചൊന്ന് വിചാരിക്കും പോലെയാണ്, കണ്ണടച്ചിരുട്ടാക്കും പോലെയാണ്. അപ്പോ എല്ലാവർക്കും മുക്കില്ലാൻ വിചാരിക്കണ്ട. അപ്പൊ എല്ലാവരുടെ മനസ്സൊരു പോലെയല്ല, എല്ലാവരുടെ ഈമാനും മഹബത്തും ഒരുപോലെയല്ല. ചില ആൾമാർക്ക് വണങ്ങിയതാണ് ഇസ്ലാം. അപ്പൊ ഞാനിവിടെ ചെന്ന് വന്നോണ്ടുള്ള ഹജ്ജ് ഉംറ അത് വലിയ ഇബാദത്താണ്. അതെങ്ങനെയാണോ പഠിപ്പാട്ടിയത് ആ രൂപത്തിൽ ആക്കടെ അതിരൊട്ടിയ മഹാന്മാരെ സ്മരണ. ഹജ്ജിൻ ചൊന്നെങ്ക് മൊത്തം ഇബ്രാഹിമി സ്മരണയാണ്. ആ കഅബത്തെ മുട്ട മക്കത്തെ ഓരോ ജാഗിൽ പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അങ്ങളെ പുണ്യ പെരുന്നാളാണ് പരിശുദ്ധമായ ദുൽഹിജ്ജത്തിൽ നടന്നുകൊണ്ടുള്ള ഓരോ ജാഗിലും ഓരോ ഇഞ്ചിലും അങ്ങളെ സ്മരണയാണ്. സംസമിടെ മുട്ട പോകുമ്പോ, മക്കാം ഇബ്രാഹിമിയുടെ മുട്ട പോകുമ്പോ സുബ്ഹാനല്ലാഹ് ലോകത്തായിരക്കണക്കിൽ കിലോമീറ്റർ തൗഹീദ് വേണായി നടന്നെങ്കത്തെ സഞ്ചരിച്ചെങ്കത്തെ ഒരു മഹാന്റെ കാൽപാദമാണ് മക്കാം ഇബ്രാഹിമിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. മസ്അത്തിൽ സ്വഫത്ത മർവത്ത് പോകുമ്പോ നേരെ അങ്ങനെ പോണ്ടയല്ല. യഥാർത്ഥത്തിൽ അവിടെ ആയിരക്കണക്കിൽ 4000 വർഷത്തിന് മുന്നിൽ നടന്നെങ്കത്തെ ഉമ്മയുടെ ഓർമ്മ പറഞ്ഞു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലെങ്കത്തെ മഹദി ആ ഉമ്മ അയിമയുടെ കാൽ സ്പർശായ ജാഗിൽ ലോകത്തുള്ള ഏത് കോടീശ്വരനും ഏതൊരാളെയും കാൽ സ്പർശിക്കണ ടൈമാണ് അവിടെ സംസം. സുബ്ഹാനല്ലാഹ്, ലോകത്തെ കാലത്തുമുള്ള ആൾമാർക്ക് വലിയൊരു നിധിയായി, ഗിഫ്റ്റായി, ഏറ്റവും വലിയ സമൃദ്ധിയുടെ ജലായിട്ട് അള്ളാഹു കൊടുത്തെങ്കത്തെ പാനീയമാണ് സംസം. സംസം സംസം എന്ത് കാണോ കുടിച്ചത് അതാണ് ദൈനംദിന. എപ്പോഴും സംസം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടില്ല. അപ്പൊ സംസം തെല്ല് കുടിക്കടേ, അതരെ മുഖത്ത് കങ്ങ്, പിന്നെ മുഖം കൽകിടെ. അള്ളാഹുവെ നാളെ മുഖങ്ങളെല്ലാം കർക്കിട നാളില് നന്റെ മുഖത്തെ നീ കർപ്പാട്ടോ കുത്തിറ. ചില ആൾമാരെ മുഖം അവിടെ ബെൽക്കിട്, ആ കൂട്ടത്തിൽ നന്റെ മുഖത്തെയും നീ ബെൽപ്പാട്ടോണം, അഥവാ നന്റെ മുഖത്ത് നല്ല വെളിച്ചം തർന്നു, പ്രകാശം തർന്നു ചൊന്ന് ദ്വാർക്ക. അപ്പൊ ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ള സംസം ലോകത്തുള്ള ആൾമാർക്ക് ഏറ്റവും വലിയ നിധിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. ഹജ്ജ് ഉംറത്തെ മസ്അലകൾ ശരിക്കും പഠിച്ചു പോയി ഹജ്ജ് ഉംറാക്ക ചൊന്നതരെ
പിന്നെ ടോട്ടൽ എന്തിനു ചെന്നെങ്കിൽ യഥാർത്ഥത്തിൽ വസ്വാസാക്കടം കെട്ടാൽ മാറിക്കാർ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ചൊന്നു അത് കേട്ടിട്ടാകുമ്പോ കാത്തു വന്ന പടക്ക് മാളുടെ ആൾമാർ ഇവിടെ എന്തെല്ലാം കേട്ടിട്ട് ക്ലാസ് 100 വട്ടം കേട്ടിട്ടാണ് ഒന്ന് പോണ്ടേ. പക്ഷെ അവിടെ പോയിട്ടാകുമ്പോ ആറോ യന്ത്രമോ ചെന്നിട്ടാകുമ്പോ അതിൽ പെട്ടുപോണ്ടേ. പിന്നെ സംശയങ്ങൾ തീരവില്ല വസ്വാസായോണ്ടിക്കടെ അങ്ങനെ അയത്തുണ്ടായെങ്കിൽ അവണു അതുമില്ല ഇതുമില്ല എന്നിട്ടാവുള്ളൂ അവന്റെ അമലെ ബാത്തിലായി പോണ്ടെങ്കിലൊരവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിൽ നല്ല ഭദ്രമായി നിന്ന് ശരിയായ റൂട്ടിൽ പഠിച്ചത് ആ രൂപത്തിൽ അമൽ ആക്കുള്ള പ്രവർത്തനം സ്വറ പ്രയത്ന ഹജ്ജ് ഉംറത്തവിടെ മക്ക മദീനത്തിൽ ഞാൻ ആക്കിയാണ്ടായെങ്കിൽ വലിയ സൽക്കർമ്മങ്ങളുമായി പ്രതിഫലങ്ങളുമായി നമുക്ക് മടങ്ങി പറഞ്ഞു സാധ്യാവുള്ളൂ. ഹജ്ജ് ഉംറത്തെ ചെറിയ മസലകൾ ഹ്രസ്വമായിട്ടാണ് ചൊല്ലുകു പിന്നെ കുറച്ച് ക്ലാസ്സിൽ ചൊല്ലുക ഉദ്ദേശിക്കടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരെ ബർക്കത്തുകൊണ്ട് സജ്ജനങ്ങൾ സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ജീവിതത്തിൽ ജന്മവട്ട ഹജ്ജ് ഉംറാക്കോ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ ഈ ക്ലാസ്സിലെ സരണിൽ മക്ക മദീനവുമായി ബന്ധപ്പെട്ട ധാരാളം അവശിഷ്ടങ്ങൾ അവിടെ ഉള്ളെങ്കത്തെ ഓരോ ഇഞ്ചിന് ചരിത്ര അത് ഹ്രസ്വമായിട്ട് ചൊല്ലുകെല്ലാം മുന്നത്തെ ക്ലാസ്സിൽ പിന്നെ ചൊന്നുറു അതെല്ലാം സൗകര്യമുള്ള ആൾമാർ കേട്ടുണ്ടായെങ്കിൽ അത് കേൾക്കുമ്പോ മനസ്സിന് വലിയ സന്തോഷമാവുള്ളൂ. കാരണം കുറെ പിന്നെ വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കുകയുള്ളൂ. അതങ്ങ് പഠിച്ചിട്ട് കൽബ് കൊണ്ടും കണ്ണുകൊണ്ടും ഉംറാക്കും പോലെ ഹജ്ജാക്കും പോലെ മക്ക മദീനത്തെ നല്ല കൽബിൽ നിറക്കും പോലോത്ത സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എവിടെയും ഏത് ജാഗയ്ക്ക് നിങ്ങൾ പോകുമ്പോഴും അവിടെ വിഷയങ്ങൾ ശരിക്കും പഠിച്ച് നിങ്ങൾ പോയാണ്ടായെങ്കിൽ അതിലൊരു അനുഭൂതി വർണ്ണിക്കൂ സാധ്യയില്ല. അല്ലെങ്കിൽ നിങ്ങൾ നേരെ കഴബത്ത മുട്ട പോയ ഒരു കറുത്ത ഭവനാണ് വേറെന്തും നക്കതിര ಬಗ್ಗೆ ಹೊಂತಿಲ್ಲ 7 വട്ട ചുറ്റിയ ഐത്ത് സൊഫ മറുവത്തുക്ക് പോയ ബന്നെ അറഫത്തുക്ക് പോയ മിനത്തുക്ക് പോയ പക്ഷെ അവിടെ എല്ലാം സുബ്ഹാനല്ലാ ഞങ്ങളെ മുന്നിൽ ജ്വലിച്ച് നിൽക്കണമെങ്കിട്ട താരീഖങ്ങൾ ഉണ്ട്, സുവർണ ചരിത്രങ്ങളുണ്ട്, അറഫത്തുണ്ട്, മിനത്തുണ്ട്. അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് പോകുമ്പോ പഠിച്ചിട്ട് ആ കർമ്മങ്ങളാക്കുമ്പോ ಅದರ സന്തോഷവും ಅದರ ഫലവും ಅದಕ್ಕೆ കിട്ട പ്രതിഫലവും അത് നമുക്ക് തണ്ടെങ്കത്തെ അനുഭൂതിയും അതൊരിക്കലും വർണ്ണിച്ചു തീർക്കുക ആവാത്തതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നേരായ വഴിയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇതുവരെയുള്ള മഹാന്മാർ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ അങ്ങ് നടന്നെങ്കത്തെ റൂട്ടിൽ ശരിയായ രൂപത്തിൽ നടക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.